ടെക്നിക്കലി കേപ്പബിൾ ആയിട്ട് പോലും ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ള ഒരു പെർസെപ്ഷൻ കൊണ്ട് മാത്രം നമുക്ക് ആ ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി കിട്ടാതിരിക്കുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ്, ആ ഒരു പെയിൻ. സോ ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് എന്താണ് ഒരു മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ബ്രാൻഡ്സിന്റെ അത്രയും ഒരു വാല്യൂ, അങ്ങനെ ഒരു പെർസെപ്ഷൻ ഉണ്ട്. കാരണം ഈ ഒരു സെക്യൂരിറ്റി മേഖലയിൽ ആൾക്കാർക്ക് ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും അവരൊരു ഫിയർ ഫാക്ടറോടുകൂടിയാണ് അത് സെലക്ട് ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ ജോലി വരെ നഷ്ടമായേക്കാം. അതെ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവരെപ്പോഴും ഈസി ചോയ്സ് എന്നുള്ള രീതിയിൽ ഗ്ലോബൽ ബ്രാൻഡ്സ് ആണ് അവർ ഫസ്റ്റ് തോട്ടിൽ അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം അവിടെ എന്തെങ്കിലും ഇഷ്യൂ വന്നാലും ഗ്ലോബൽ ബ്രാൻഡ്സ് ഹാവ് ഓൾസോ ഫെയിൽഡ്. റീസെൻ്റ്ലി തന്നെ ഗ്ലോബൽ ബ്രാൻഡ്സ് മൾട്ടിപ്പിൾ ടൈംസ് ഫെയിലിയർ വന്നിട്ടുണ്ട്, ഗ്ലോബലി ഔട്ടേജ് ആയിട്ടുണ്ട്. അത് അപ്പോൾ അവർക്ക് പറയാം ഓക്കെ ദിസ് വാസ് ദ ബെസ്റ്റ് ബ്രാൻഡ്. അപ്പം ഞാൻ സെലക്ട് ചെയ്തത് ടെക്നിക്കലി ലിസ്റ്റ് ചെയ്ത ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ്. അത് ഫെയിൽ ആയാൽ ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. ബട്ട് ആ സമയത്ത് പ്രൊഫേഷനാണ് എന്തെങ്കിലും ഇഷ്യൂ വരുന്നെങ്കിൽ ദെൻ എവറിത്തിങ് വിൽ ബി ഓണസ്റ്റ്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ പല സ്ഥലങ്ങളിലും പല കമ്പനീസിലും നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പം ഈ ഒരു ഇൻഹിബിഷൻ അല്ലെങ്കിൽ ആ ഒരു പെർസെപ്ഷൻ പ്രോബ്ലം, കാരണം നമുക്ക് ആ ഒരു ബ്രാൻഡ്സ് എന്നുള്ള ഫിക്സേറ്റഡ് ആയിട്ടുള്ള മൈൻഡ് ഉണ്ടല്ലോ. ഗ്ലോബൽ ബ്രാൻഡ്സ് വിൽ ബി ടെക്നിക്കലി വെരി കേപ്പബിൾ എന്നുള്ള ഒരു ഹാർഡ് കോർ ഡിസിഷൻ, ഹാർഡ് കോഡഡ് ആണ് മിക്ക ആൾക്കാരുടെ മൈൻഡ്. അതെ, ഒരു മിസ്കൺസെപ്ഷനാണ്. നമ്മൾ പ്രൂവ് ചെയ്തിട്ടും ചിലപ്പോൾ ആൾക്കാർ അത് ചിലപ്പോൾ ഒരു ലക്ക് കാരണം സംഭവിച്ചായിരിക്കാം. അത് വൺ ടൈം ഒരു പ്രാവശ്യം സംഭവിച്ചാൽ അത് വീണ്ടും വീണ്ടും സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ എപ്പോഴും നമ്മൾ ആ ഒരു ക്രിറ്റിസിസംസ്, റിജക്ഷൻസ്, ചാലഞ്ചസ് ഇതെല്ലാം നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുന്നതാണ്. ഡേ ടു ഡേ നമ്മുടെ ഓപ്പറേഷൻസിൽ ഇതെല്ലാം കാണുന്നതാണ്. നമ്മൾ പല എൻ്റർപ്രൈസുകളെ അപ്രോച്ച് ചെയ്യുമ്പോഴും ഗവൺമെൻറ് അതോറിറ്റീസിനെ അപ്രോച്ച് ചെയ്യുമ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെവി കോമ്പറ്റീഷൻ നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മളെ റിജക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഐ വാണ്ടഡ് ടു റൈറ്റ് ദിസ് ടു ദി അതോറിറ്റീസ് സെയിങ് ദാറ്റ് ദിസ് ഇസ് നോട്ട് ദ വേ. കാരണം സെക്യൂരിറ്റിയുടെ പേരിൽ തന്നെ നമ്മളൊരു ഫോറിൻ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഡേറ്റ എല്ലാം പുറത്തേക്ക് പോവാണ്. അവിടെയാണ് നമ്മൾ ഇന്ത്യൻ സൊല്യൂഷൻസിനെ ഡിപ്ലോയ് ചെയ്യേണ്ടത്. അവർ ട്രസ്റ്റ് ചെയ്യണം, ടെക്നിക്കലി കേപ്പബിൾ ആണെന്നും ടെസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ എപ്പോഴും നമ്മൾ പറയാറ് ഇന്ത്യൻ സൊല്യൂഷൻ ആയതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് പ്രയോറിറ്റി തരേണ്ട ആവശ്യമില്ല. ലൈക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഫുള്ളി ആക്സെപ്റ്റബിൾ ആണെങ്കിൽ മാത്രം ഡിപ്ലോയ് ചെയ്യാം.